വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തു നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആത്മാർത്ഥതയോടെയുള്ള സമീപനം ദൈവത്തെ പോലും സ്വാധീനിക്കാൻ ഇടവരുത്തുന്നു. യേശുവിന്റെ ശിഷ്യന്മാരോടൊത്തുള്ള പതിവുള്ള പര്യടനങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് വസിക്കുന്ന സ്ഥലമായ കഫർനാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന അവസരമായിരുന്നു അത്. ഏതാനും ദിവസങ്ങളുടെ അസാന്നിധ്യത്തിന് വിരാമം കുറിച്ചുകൊണ്ട് യേശു കഫർനാമിലെ വീട്ടിലുണ്ട് എന്ന വാർത്ത ചുറ്റുപാടിലും പെട്ടെന്ന് പരന്നു. കേട്ടവർ യേശുവിനെ കാണുന്നതിനും കേൾക്കുന്നതിനും തങ്ങളുടെ ബാധിച്ചിരിക്കുന്ന പലതരം അസുഖങ്ങളിൽ നിന്ന് ശാന്തി നേടുന്നതിനും മറ്റുമായി യേശുവിന്റെ അടുക്കൽ ഒഴുകിയെത്താൻ തുടങ്ങി. സുവിശേഷകനായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അവിടെ ജനനിബിഡമായി കഴിഞ്ഞു എന്ന്. ഇതിനകം തന്നെ യേശുവിന്റെ അടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിച്ച് കഴിഞ്ഞിരുന്ന ആ ഗ്രാമത്തിലെ ഒരു തളർവാദ രോഗിയെ സുവിശേഷകൻ നമ്മുടെ പ്രത്യേക ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവശത അനുഭവിക്കുന്നത് കൊണ്ട് കട്ടിലിൽ കിടപ്പിലായിരുന്നു. എന്നാൽ യേശുവിനെ കാണുന്നതിനും യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ആഗ്രഹം തീവ്രമായിരുന്നു അയാൾക്ക്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയാളുടെ കൂട്ടുകാർ അയാളെ കിടന്നിരുന്ന കട്ടിലിനോട് കൂടി തന്നെ എടുത്ത് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. യേശുവിനെ ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഇയാൾക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. ആ അവസരത്തിലാണ് അവർക്ക് ഒരു ആശയം മനസ്സിലുദിക്കുന്നത്. അതനുസരിച്ച് യേശു താമസിച്ചിരുന്ന വീടിന്റെ പുറകിലൂടെ ആ വീടിന്റെ മേൽക്കൂരയിൽ കയറി മേൽക്കൂര മാറ്റി കട്ടിലിനോടുകൂടെ ആ രോഗിയെ യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ശ്രമകരമായ രീതിയിൽ തന്നെ അവർ ഇറക്കുകയാണ്. വേണമെന്ന് വെച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് അവിടുത്തെ ചില വീടുകൾ ഇന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നിർമ്മാണം ആയിരുന്നു പ്രത്യേകിച്ച് ആ കാലത്ത് പല വീടുകളുടെയും. ഇക്കാലത്ത് പോലും ചില വീടുകളുടെ നിർമ്മാണം അത്തരത്തിലുള്ളതാണ്.
കട്ടിലിനോടുകൂടെ യേശുവിന്റെ മുന്നിൽ ഇറക്കപ്പെട്ട ആ വ്യക്തിയുടെ ഉത്സാഹവും കൂട്ടുകാരുടെ വർധന രീതിയും ഒക്കെ കണ്ട് യേശു പ്രത്യേകം അയാളെ ശ്രദ്ധിക്കാനിടവരുന്നു. യേശു അയാളെ നിരീക്ഷിക്കുന്നു. നിരീക്ഷണത്തിൽ നിന്ന് യേശുവിന് മനസ്സിലായി അയാളെ ബാധിച്ചിരിക്കുന്ന തളർവാദം ശാരീരിക കാരണങ്ങൾ എന്നതിനേക്കാൾ ആന്തരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങളാണ് അതിന്റെ പുറകിലെന്ന് രോഗനിർണയം ചെയ്ത യേശു അയാളോടായിട്ട് പറയുന്നു, മകനെ, നീ ധൈര്യമായിരിക്കുക, നീ സമാധാനമായിരിക്കുക, നീ ചെയ്ത പാപങ്ങളൊക്കെ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഫരീസയരും നിയമപണ്ഡിതരും അതൊരു വിവാദ വിഷയമാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്കറിയാം പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവൻ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രസ്താവന ദൈവദൂഷണമായിട്ട് അവർ എണ്ണുന്നു. അതുകൊണ്ട് വിവാദത്തിന് തിരികൊളുത്തുകയാണ്. യേശു ഈ അവസരത്തിൽ തന്റെ വ്യക്തിത്വം പ്രകാശിപ്പിക്കേണ്ടത്, വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആകണം അവരോടായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഏതാണ് എളുപ്പം? ഈ തളർവാദ രോഗിയോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ, പാപങ്ങൾ മോചിക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? തീർച്ചയായിട്ടും അവരുടെ ചിന്ത അനുസരിച്ച് തളർവാദ രോഗിയെ എഴുന്നേറ്റ് നടക്കാൻ ഇടവരുത്തുക എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ളത്. കാരണം പാപങ്ങൾ മോചിക്കുന്നത് ദൃശ്യഗോചരമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്, പാപങ്ങൾ മോചിക്കാൻ തനിക്ക് അധികാരമുണ്ട് എന്ന് അവർക്കും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടെ തന്നെ യേശു തന്റെ മുന്നിൽ കിടത്തിയിരിക്കുന്ന തളർവാദ രോഗിയോട് ആയിട്ട് പറയുന്നു, മകനെ, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലും എടുത്ത് നടക്കുക. യേശുവിന്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ ആ രോഗി കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു, അയാളുടെ അസുഖം മാറുന്നു. ഇത് അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ യഥാർത്ഥത്തിൽ പലരിലും വിസ്മയമുണ്ടാക്കി. പലരും യേശുവിൽ വിശ്വസിക്കാനിടവന്നു. എന്നാൽ ഫരീസയരും നിയമപണ്ഡിതരും വിശ്വസിക്കുന്നതിന് പകരം യേശുവിനെ പുതിയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിനുള്ള ഒരു വടി എന്ന വിധത്തിലാണ് ഈ സംഭവത്തെ അവർ നോക്കിക്കാണുന്നത്. ചില മനസ്സുകള് തുറവിയുള്ള മനസ്സ് അല്ലാതിരിക്കുകയും ഇടുങ്ങിയ ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നന്മ കണ്ടാലും തിന്മയായിട്ടേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അത് എക്കാലത്തും മനുഷ്യന്റെ സ്വഭാവമായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശു പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്തിയ ഒരു സംഭവം എന്ന രീതിയിലാണ് പിന്നീട് തുടർന്നുള്ള സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ ഇടവരുന്നത്. യേശുവിന്റെ ദൈവീകത യഥാർത്ഥത്തിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ ഇടവന്ന അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു ആ രോഗശാന്തി എന്നുള്ളത് സംശയരഹിതമായി മനസ്സിലാക്കാവുന്ന ഒന്നാണ്.